എന്താ കൂട്ടുകാരെ, അമ്മയോടുള്ള സ്നേഹമാണ് മാതൃസ്നേഹം. അമ്മേന്ന പദം എത്ര മനോഹരം. അമ്മേന്ന് പറയുമ്പോൾ നാവിൽ എന്തു മധുരം. ആ ഉമ്മയുടെ ഓർമ്മ, പുഞ്ചിരി, താരാട്ടുപാട്ടിന്റെ താളം ഓർത്തു നോക്കുമ്പോൾ എന്ത് സുഖം. മാതാവ് ഒരു ദേവത തന്നെ. പക്ഷേ ചിലരുണ്ട് അമ്മയേക്കാൾ ധനത്തെ സ്നേഹിക്കുന്നവർ. അവർക്ക് നാശമേ ഉണ്ടായിട്ടുള്ളൂ. ഞാനൊരു കഥ പറയാം. കാവേരി എന്നൊരു നദിയുണ്ട്, പുണ്യ നദി. അതിന്റെ തീരത്ത് ഒരു കൊച്ചു ഗ്രാമമുണ്ട്. അവിടെ ഒരു സ്ത്രീ പാർത്തിരുന്നു, ലക്ഷ്മി. ലക്ഷ്മിക്ക് രണ്ടാൺമക്കളുണ്ടായിരുന്നു, ഗുണദത്തനും ധനദത്തനും. അവരുടെ അച്ഛൻ മരിച്ചുപോയി. ഭക്ഷണത്തിന് വകയില്ലാതെ അവർ വിഷമിച്ചു. കുഞ്ഞുങ്ങൾ വിശന്നു കരയുന്നു. അവസാനം അവർക്ക് തൊട്ടടുത്തുള്ള വീട്ടിൽ ജോലി കിട്ടി. പാത്രം കൈവാരം, മുറ്റമടിക്കാൻ ആഹാരവും കിട്ടും, ചെറിയ ശമ്പളവും. അങ്ങനെ മക്കളെ വളർത്തി. കിട്ടിയ പണം സൂക്ഷിച്ചു വെച്ചു. പാത്രങ്ങളും വീട്ടു സാധനങ്ങളും വാങ്ങി. മക്കൾ വളർന്ന് മിടുക്കരായി. ലക്ഷ്മിക്ക് വയസ്സായി, കാൽ തളർന്നു പോയി, നടക്കാൻ വയ്യാതെയായി. അമ്മയെ നോക്കാറുള്ളത് ഗുണദത്തനാണ്. ധനദത്തന് അത്രയ്ക്ക് ശ്രദ്ധയില്ല. അവന്റെ നോട്ടം ധനത്തിൽ മാത്രമാണ്. ഒരിക്കൽ കാവേരിയിൽ വെള്ളപ്പൊക്കമുണ്ടായി. ഗ്രാമത്തിലേക്ക് വെള്ളം ഇരച്ചു കയറി. ആളുകൾ വീട്ടു സാധനങ്ങൾ വാരിക്കെട്ടി അടുത്ത ഗ്രാമത്തിലേക്ക് പോയി. ഒരു വനത്തിനപ്പുറമായിരുന്നു അടുത്ത ഗ്രാമം. ധനദത്തൻ വിലയേർപ്പുള്ള സാധനങ്ങളെല്ലാം വാരിക്കെട്ടി. അമ്മയെ കൊണ്ടുപോകണമെങ്കിൽ സാധനങ്ങൾ ഉപേക്ഷിക്കണം. അത് സാധ്യമല്ല. നടക്കാൻ വയ്യാത്ത അമ്മ ചാകുകയാണെങ്കിൽ ചാകട്ടെ എന്ന് വിചാരിച്ച് എടുത്താൽ മുങ്ങാത്ത ചുമട് തലയിൽ കയറ്റി. അമ്മയുടെ നേരെ തിരിഞ്ഞു നോക്കാൻ ധൈര്യം വന്നില്ല. അതമ്മ കണ്ണീരോടെ നോക്കിക്കൊണ്ട് കിടന്നു. ഗുണദത്തൻ നോക്കിയപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞു. വെള്ളം മുറ്റത്ത് കയറി. വീട്ടു സാധനങ്ങൾ കുറെ ബാക്കിയുണ്ട്. അമ്മയുമുണ്ട്. അമ്മ കഴിഞ്ഞ് ബാക്കി എന്തുമുള്ളൂ. അവൻ അമ്മയെ തോളിൽ കയറ്റി നടക്കാൻ തുടങ്ങി. സാധനങ്ങളൊന്നും വേണ്ടെന്ന് വെച്ചു. കുറച്ചു ദൂരം നിന്നപ്പോൾ വനത്തിലെത്തി. രാത്രി തപ്പി നടന്നു. ഗുണദത്തന്റെ കഷ്ടപ്പാട് കണ്ട് അമ്മയ്ക്ക് കരച്ചിൽ വന്നു. അമ്മയുടെ കണ്ണുനീർ വീണ് ഗുണദത്തന്റെ തല നനഞ്ഞു. ഗുണദത്തൻ അമ്മേ അമ്മേന്ന് വിളിച്ചു. അമ്മ പൊട്ടിക്കരഞ്ഞു. അവൻ അമ്മയെ ആശ്വസിപ്പിച്ചു. വീണ്ടും നടന്നു. കുറച്ചു ദൂരം നടന്നപ്പോൾ അങ്ങ് കാട്ടിലെന്തോ വെളിച്ചം. ഗുണദത്തൻ വേഗത്തിൽ നടന്നു. അതാ 4 ഭയങ്കരന്മാർ ആയുധമായി മുമ്പിൽ നിൽക്കുന്നു. അയ്യോ, കൊള്ളക്കാർ! യാത്രക്കാരെ എല്ലാം കൊള്ളയടിച്ച് സാധനങ്ങൾ വഴിയിൽ കൂട്ടിയിട്ടിരിക്കുന്നു. കൂട്ടത്തിൽ ധനദത്തന്റെ ചുമടുകൊണ്ട് ഗുണദത്തന്റെ തോളിൽ മൂടിപ്പോയിച്ചിരിക്കുന്ന അമ്മയെ കണ്ടപ്പോൾ കൊള്ളക്കാരിൽ ഒരാൾ പറഞ്ഞു, ചുമട് താഴെ വയ്ക്കൂ, നോക്കട്ടെ. ഗുണദത്തൻ അമ്മയെ താഴെയെത്തി. കൊള്ളക്കാർ തമ്മിൽ നോക്കി. ഗുണദത്തൻ പറഞ്ഞു, ഇതെന്റെ അമ്മയാണ്. നടക്കാൻ വയ്യാത്ത അമ്മയാണ്. എന്റെ ധനം, എന്റെ അമ്മയെ രക്ഷിക്കണം. അല്പം നേരത്തെ അയാളൊന്നും മിണ്ടി. എന്നിട്ട് പൊന്നും പണമുള്ള സഞ്ചി അവന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഗുണദത്ത വരൂ, ഞാൻ നിന്നെ അടുത്ത ഗ്രാമത്തിലേക്ക് എത്തിക്കാം. വഴി മോശമാണ്. ഇതാ എന്നെ നോക്കൂ, എനിക്ക് നല്ല ബലമുണ്ട്, ആനേര ബലം. ഞാൻ നിന്റെ അമ്മയെ എടുക്കാം, നീ കൂടെ വന്നാൽ മതി. ഗുണദത്തന്റെ അമ്മയെടുത്ത് കൊള്ളത്തലവൻ നടക്കാൻ തുടങ്ങി. ഗുണദത്തൻ തടഞ്ഞിട്ടും വകവയ്ക്കാതെ കൊള്ളത്തലവൻ ഗുണദത്തന്റെ അമ്മയെടുത്ത് നടക്കാൻ തുടങ്ങി. കാടിന്റെ അതിർത്തി കഴിഞ്ഞപ്പോൾ അമ്മയെ താഴെയെത്തി. ഈ അമ്മയാണ് ഭാഗ്യവതി, നീ അമ്മയെ ചുമന്ന ദേവന് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ കൊള്ളത്തലവൻ തിരിച്ചു നടന്നു. ഗുണദത്തൻ ദൈവത്തിനെ സ്തുതിച്ച് കൈകൂപ്പി. മാതൃദേവോ ഭവ. പെറ്റമ്മയും പിറന്ന നാട് സ്വർഗത്തേക്കാൾ മഹത്തരം.